നിങ്ങളെല്ലാവരും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻഫ്ലുവൻസറാണ് കേട്ടോ അദ്ദേഹം. ബിക്കോസ് പുള്ളിക്കാരൻ പറയുന്ന കാര്യത്തിൽ എനിക്ക് കുറേ ജെന്യുവിനിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുമ്പ് പുള്ളിക്കാരൻ ഇട്ടൊരു വീഡിയോ ഈ ഒരു ഓയിലി ഫ്രീ മോയ്സ്ചറൈസറിനെ കുറിച്ച്. അപ്പോൾ ഈ ഒരു സാധനം ട്രൈ ചെയ്ത ഒരു നോർമൽ ഇൻഡിവിജ്വൽ എന്ന നിലയിൽ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് കേട്ടോ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇത് ട്രൈ ചെയ്ത് ഇതിൻ്റെ റിവ്യൂ പറയാൻ ഏറ്റവും ആപ്റ്റായിട്ടൊരു വ്യക്തി ഞാൻ തന്നെയായിരിക്കും. ബിക്കോസ് എൻ്റെ അത്യാവശ്യം നല്ല ഓയിലി സെൻസിറ്റീവ് സ്കിന്നാണ്. സോ ഒട്ടുമിക്ക പ്രോഡക്റ്റും എൻ്റെ ഫേസിന് സെറ്റാവില്ല. പിന്നെ എനിക്ക് ഈ അലുക്കുലത്തെ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത് ഭയങ്കര ക്രേസി ആയിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഈസ് വർത്ത് ഫോർ ദ മണി. നമ്മളൊരു ഓയിലി സ്കിൻ പേഴ്സൺ ആകുമ്പോൾ നമ്മൾക്ക് ഏതൊരു മോയ്സ്ചറൈസർ ഇട്ടാലും ഫേസിൽ ഒരുമാതിരി ഗ്രീസ് വാരി പൊത്തിയ പോലെ ഒരു ഫീലായിരിക്കും. പക്ഷേ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, ഈസിലി അബ്സോർബിൾ ആണ്. പിന്നെ നമ്മുടെ മുഖത്ത് ആ ഒരു ഗ്രീസി എഫക്റ്റും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ നമ്മുടെ ഓയിലി സ്കിന്നാടെ എന്തായാലും കുരു വരും. ഇത് തേച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ കുരുവൊന്നും വരില്ല. അതെന്തായാലും ഞാൻ 2 ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത് തേച്ചുകൊണ്ട് കുരുവൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്കിത് ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ആക്നി പ്രോൺ സ്കിൻ ആണെങ്കിൽ ആ ചേട്ടൻ പറഞ്ഞ മാതിരി തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ഡെഫിനറ്റ്ലി വേർത്താണ്. ബിക്കോസ് എൻ്റെ ഫേസിൽ നല്ല രീതിക്ക് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇത് തേച്ചിട്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ അത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.